UP സ്കൂൾ ടീച്ചർ സിലബസിൽ നിന്നും INC കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞത്. INCയിലെ പാർട്ട് 1 ആണ് കഴിഞ്ഞ ഓഡിയോയിൽ നമ്മൾ ചെയ്തത്. INCയുടെ സമ്മേളനങ്ങളാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭാഗത്തു നിന്നും INC സമ്മേളനങ്ങൾ 1885 ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ഡിസംബർ 28 മുതൽ 31 വരെയായിരുന്നു ആദ്യ സമ്മേളനം. ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ ആകെ 9 പ്രമേയങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരായിരുന്നു. എന്തായിരുന്നു ആദ്യ പ്രമേയം? ഇന്ത്യക്കൊരു റോയൽ കമ്മീഷനെ നിയോഗിക്കുക എന്നതായിരുന്നു ആദ്യ പ്രമേയം. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ആദ്യ വനിത കാദംബരി പണ്ഡിറ്റോർ പണ്ഡിത രമാഭായി എന്നും അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ സമ്മേളനം. ആദ്യ സമ്മേളനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൽക്കട്ടയിൽ വെച്ചാണ്. രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ആദ്യ പാഴ്സി പ്രസിഡന്റാണ്. 3 തവണ INC പ്രസിഡന്റായത് ദാദാഭായ് നവറോജിയാണ്. INC എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. പ്രായം കൂടിയ INC പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഇനി മൂന്നാമത്തെ സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ചാണ്. 1887 പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ബദറുദ്ദീൻ തിയാബ്ജി INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ് 1887 മദ്രാസ് സമ്മേളനം. പദവിയിലിരിക്കെ അന്തരിച്ചത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ഇനി നാലാമത്തെ സമ്മേളനം അലഹബാദിലാണ് നടന്നത്. 1888 അധ്യക്ഷൻ നാലാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജോർജിയോളാണ്. ആദ്യ വിദേശിയാണ്, ആദ്യ യൂറോപ്യനാണ്, ആദ്യ ഇംഗ്ലീഷുകാരനാണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി, ആദ്യ യൂറോപ്യൻ, ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ജോർജിയോളാണ്. ഇനി അഞ്ചാം സമ്മേളനം നടന്നത് 1889 ബോംബെയിലാണ്. ഇതിൻ്റെ അധ്യക്ഷൻ വില്യം വെഡർബേൺ ആണ്. INC പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. 2 തവണ INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് വില്യം വെഡർബേൺ. INCയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കാദംബനി ഗാംഗുലിയാണ്. INCയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കാദംബനി ഗാംഗുലി. ഇനി ആറാം സമ്മേളനം നടക്കുന്നത് 1890 കൽക്കത്തയിൽ വെച്ചാണ്. ഇതിൻ്റെ അധ്യക്ഷൻ ഫിറോസ് ഷാ മേത്തയാണ്. 1891 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ P. അനന്ത് ചാർലു ആണ്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റാണ് P. അനന്ത് ചാർലു. ആദ്യ ഹിന്ദുവായ INC പ്രസിഡന്റും P. അനന്ത് ചാർലു ആണ്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റ് ആരാണ്? P. അനന്ത് ചാർലു. കോൺഗ്രസിൻ്റെ പേരിനൊപ്പം നാഷണൽ എന്ന വേർഡ് കൂട്ടിച്ചേർത്ത സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഇനി 1894 മദ്രാസ് സമ്മേളനം ആൽഫ്രഡ് വെബാണ് അധ്യക്ഷൻ. മൂന്നാമത്തെ INC പ്രസിഡന്റായ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. 1896 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മേളനമാണ്. 1896 കൽക്കട്ട സമ്മേളനം. ആരാണ് അധ്യക്ഷൻ? റഹ്മത്തുള്ള സയാനി. ആദ്യമായി വന്ദേ മാതരം ആരംഭിച്ച സമ്മേളനമാണ് 1896 കൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1896 കൽക്കട്ട സമ്മേളനമാണ്. ഇതിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയാണ്. അടുത്തത് 1897 അമരാവതി സമ്മേളനം.
ഇതിൻ്റെ അധ്യക്ഷൻ സി ശങ്കരൻ നായരാണ്. INC പ്രസിഡൻ്റായ ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ. അപ്പം മലയാളി INC പ്രസിഡൻ്റായ സമ്മേളനം ഏതാണ്? 1797 അമരാവതി സമ്മേളനം. ഇനി 1899 സമ്മേളനം ലക്നൌവിൽ വെച്ചായിരുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ RC ദത്തായിരുന്നു. കോൺഗ്രസ് ആദ്യമായ ഒരു പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഈ ലക്നൗ സമ്മേളനത്തിലാണ്. ഇനി അടുത്തത് 1901 കൽക്കട്ട സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ D വാച്ചയാണ്. ഈ കൽക്കട്ട സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് എന്നാണ് 1901 കൽക്കട്ട സമ്മേളനത്തിൽ. ഇനി അടുത്തത് 1905 ബനാറസ് സമ്മേളനം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച സമ്മേളനം. ബംഗാൾ വിഭജന സമയത്ത് ഗോഖലെ അല്ല പ്രസിഡന്റ്, ഹെൻറി കോട്ടനാണ് പ്രസിഡന്റ്. അപ്പോൾ 1905 ബനാറസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി അടുത്തത് 1906 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1906 കൽക്കട്ട സമ്മേളനം. മുസ്ലിം ലീഗ് രൂപീകൃതമായതും 1906 അപ്പോൾ 1906 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ്? ദാദാഭായ് നവറോജി. ഇനി 1907 സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. സൂററ്റ് സ്പ്ലിറ്റ് അതെന്താണ്? മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞതാണ് സൂററ്റ് സ്പ്ലിറ്റ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യ പിളർപ്പുണ്ടായത് 1969. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് പിളർപ്പുണ്ടായത് 1907 സൂററ്റിലാണ്. മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞു. ഇനി 1908 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷയാണ്. രാഷ് ബിഹാരി ഘോഷാണ് തുടർച്ചയായി 2 തവണ INC പ്രസിഡൻ്റായത്. രാഷ് ബിഹാരി ഘോഷാണ്. അടുത്തത് 1911 കൽക്കട്ട സമ്മേളനം. കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ധർ ആണ്. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനം. ഡിസംബർ 27 സരളാദേവി ചൗധരിയാണ് ആലപിച്ചത്. അപ്പോൾ ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1911 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ BN ധർ ആണ്. ഇനി 1912 ബങ്കിപ്പൂർ സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ RN മധോൽക്കർ ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. അടുത്തത് 1916 ലക്നൗ സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ AC മജൂംദാർ ആണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. ഇതിനെ ലക്നൗ പാക്ട് എന്നാണ് പറയുന്നത്. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ഈ സമ്മേളനത്തിലാണ്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അടുത്തത് 1917 കൽക്കട്ട സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആണ്. INC പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് ആണ്. ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റ് INC പ്രസിഡൻ്റായത് 1917 കൽക്കട്ട സമ്മേളനത്തിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് എല്ലാ വർഷവും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന കീഴ്വഴക്കം നിലവിൽ വന്നത് 1917 കൽക്കട്ട സമ്മേളനത്തിലാണ്. 1919 സമ്മേളനം നടന്നത് അമൃതസറിലാണ്. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 1920 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. ഇതൊരു സ്പെഷ്യൽ സെഷൻ എന്നറിയപ്പെടുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഈ സമ്മേളനത്തിലാണ്. 1920 തന്നെ ആനുവൽ സെഷൻ വേദി. മറ്റൊരു ആനുവൽ സെഷൻ 1920 നടന്നത് നാഗ്പൂരിലാണ്. ഇതിൻ്റെ അധ്യക്ഷൻ C വിജയരാഘവ ആചാര്യരാണ്. ഇനി 1920 ശേഷമാണ് INC ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നത്. ഇനി അടുത്തത് 1921 അഹമ്മദാബാദ് സെഷൻ.
1921 അഹമ്മദാബാദ് സെഷന്റെ അധ്യക്ഷനാണ് അജ്മൽ ഖാൻ. ഗാന്ധി INCയുടെ ഔദ്യോഗിക യൂണിഫോമായി തിരഞ്ഞെടുത്ത സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സെഷൻ. INCക്ക് ആദ്യമായി ത്രിവർണ്ണ പതാക ഉണ്ടായത് 1921 അഹമ്മദാബാദ് സെഷനിലാണ്. മുകളിൽ വെള്ള, നടുവിൽ പച്ച, കീഴെ ചുവപ്പ്, മൂന്നിലും കൂടി ചർക്കയുടെ ചിത്രം. ഇതായിരുന്നു ആദ്യ ത്രിവർണ്ണ പതാക. ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. 1922 ഗയ സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ CR ദാസാണ്. ചൗരി ചൗര സംഭവ സമയത്തെ സമ്മേളനമാണ് 1922 ഗയ സമ്മേളനം. 1923 കാക്കിനാഡ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1923 കാക്കിനാഡ സമ്മേളനം. 1924 വേദി ബെൽഗാമാണ്. മഹാത്മാഗാന്ധിയാണ് 1924 ബെൽഗാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഗാന്ധിജി INC പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് 1924 സമ്മേളനം. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ INC പ്രസിഡന്റാണ് ഗാന്ധിജി. 39ാം സമ്മേളനത്തിലാണ് ഗാന്ധിജി INC പ്രസിഡന്റാകുന്നത്. അപ്പോൾ INCയുടെ 39ാമത്തെ സമ്മേളനത്തിലാണ് ഗാന്ധിജി INC പ്രസിഡന്റാകുന്നത്. 1934 ഗാന്ധിജി കോൺഗ്രസ് വിട്ടു. 1936 ഗാന്ധിജി തിരിച്ചെത്തി. ഇനി 1925 കാൺപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സരോജിനി നായിഡു ആണ്. INC പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ആദ്യ വിദേശ വനിത ആനി ബെസന്റ് ആണ്. എന്നാൽ INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഹിന്ദി INCയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത സമ്മേളനമാണ് 1925 കാൺപൂർ സമ്മേളനം. അടുത്തത് 1926 ഗുവാഹത്തി സമ്മേളനം. ഈ ഗുവാഹത്തി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ S ശ്രീനിവാസ അയ്യങ്കാറാണ്. ഗാന്ധി INCയുടെ നിർബന്ധിത വേഷമാക്കി മാറ്റിയത് 1926 ഗുവാഹത്തി സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MA അൻസാരിയാണ്. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രമേയം പാസാക്കിയത് ഈ സമ്മേളനത്തിലാണ്. ഇന്ത്യയിൽ ഭാവി ഭരണഘടന മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. അടുത്തത് 1928 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അച്ഛനും മകനും അടുത്തടുത്ത വർഷങ്ങളിൽ INC പ്രസിഡന്റായി. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ ഗാന്ധിജിയാണ്. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് നെഹ്റു ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി 1930 ജനുവരി 26 കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതിൻ്റെ 20ാം വാർഷികം ആഘോഷിക്കാനാണ് 1949 നവംബർ 26 തയ്യാറാക്കിയ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ INC പ്രസിഡന്റ് നെഹ്റു ആണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ INC പ്രസിഡന്റ് നെഹ്റു ആണ്. 1931 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശ പ്രഖ്യാപനം നടത്തിയ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് പട്ടേലാണ്. പഴയ പതാകയ്ക്ക് പകരം മുകളിൽ ചുവപ്പ്, നടുക്ക് വെള്ള, താഴെ പച്ച. ഈ പതാക ഡിസൈൻ ചെയ്തത് ഇതിൽ വെള്ളയിൽ മാത്രമായിരുന്നു ചർക്കയുടെ ചിത്രം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായ 1930 ജനുവരി 26 കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതിൻ്റെ 20ാം വാർഷികം ആഘോഷിക്കാനാണ്
1949 നവംബർ 26 തയ്യാറാക്കിയ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യദിനമായി കണക്കാക്കാൻ തീരുമാനിച്ചത് ഏതാണ്? 1930 ജനുവരി 26. അതിൻ്റെ 20ാം വാർഷികത്തിലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും സമ്മേളനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കി സമ്മേളനങ്ങൾ